ിരിക്കുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ജനറൽ ഇംഗ്ലീഷ് പേപ്പർ ആയിട്ടുള്ള വേസ് വിത്ത് വേർഡ്സ് ആണ്. വി ഓൾറെഡി കംപ്ലീറ്റഡ് ജനറൽ ഇംഗ്ലീഷ് പേപ്പർ, ട്രാൻസാക്ഷൻസ്, all 5 modules. And when we go through our channel, you can just pick out the regarding modules, videos, recorded videos as well as live videos. താല്പര്യപ്രകാരം നിങ്ങൾക്കത് കാണാവുന്ന കാര്യമാണ്. ഇതുവരെയും ആരും വന്നിട്ടില്ല, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. SL സ്റ്റഡി വ്ളോഗ്, ഹായ് സാർ, ഹലോ. യെസ്, ഓക്കെ, യെസ്, ഹായ് വിനോദൻ, ഹായ്, ഹായ് പ്രജിത്, ഹായ് നിഹാല. യെസ്, അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ കമ്മിങ്. യെസ്, അപ്പോൾ നമ്മൾ ഇന്നലെ ക്ലാസ് എടുത്തത്, ഹലോ റോഹൻ, ഹായ് നമിത, ശ്രീകുട്ടി, ഹായ് ആയിഷ. ഇന്നലെ നമ്മൾ ക്ലാസ് എടുത്തത് വേസ് വിത്ത് വേർഡ്സിലത്തെ ആദ്യത്തെ പോമായിട്ടുള്ള സോണറ്റ് നമ്പർ 29 ആണ്. ഹലോ സൈന. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. ഹായ് ലീജിത്ത്, കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ വയ്ക്കുക. ഫസ്റ്റ് സെം റിസൾട്ട് എന്നാണ് വരിക? ഈ ആഴ്ച ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ യെസ്, തേർഡ് ഇയറിൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്യാനുള്ള വളരെയധികം തിടുക്കത്തിലാണ് ഇരിക്കുന്നത്. നമുക്ക് നോക്കാം, എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്പീറ്റായി ചോദിക്കൂ സാർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡായി ചോദിക്കൂ സാർ. പറയാൻ പറ്റില്ല, നമുക്കങ്ങനെ അത് മാത്രമേ ചോദിക്കൂ എന്ന് പറയാൻ പറ്റില്ല. സാധ്യതയുണ്ട് ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട്. 2017 അഡ്മിഷൻ BA ഫസ്റ്റ് സെം എക്സാം എഴുതാൻ പറ്റുമോ? ഇപ്പോൾ വന്നിരിക്കുന്ന 2021 അഡ്മിഷൻ്റെ ആണ്. 2017 അഡ്മിഷൻ്റെ വന്നിട്ടില്ല നല്ല വിശ്വാസം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത്, നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണ്. ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്ന ആദ്യത്തെ ആയിട്ടെന്നല്ല, യെസ്, നിങ്ങളിപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞെങ്കിലും 35%. നമ്മളിതിനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. റോക്ക് FF, അതായത് എനിക്ക് തോന്നുന്നു ഇനി സംശയം വേണ്ട എന്നൊരു തംബ്നെയിലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിഗ്രി പാസ്സാവാൻ എത്ര മാർക്ക് വേണമെന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാൻ നോക്കുക. ഇനി സംശയം വേണ്ട എന്ന തംബ്നെയിലുമായിട്ട് ഇതുമായി റിലേറ്റ്, അതായത് യൂണിവേഴ്സിറ്റി എക്സാം ജയിക്കണമെങ്കിൽ എത്ര ശതമാനം മാർക്ക് വേണം, എത്ര മാർക്ക് വേണം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണാവുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സെം പരീക്ഷ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ഒരു പാറ്റേൺ അറിയണമെന്നില്ല. ഡിഗ്രി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പാറ്റേൺ എങ്ങനെയാണ് അറിയണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന PYQs നിങ്ങൾക്ക് നോക്കാവുന്ന കാര്യമാണ്. PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കാവുന്ന കാര്യമാണ്. എന്ന് വിചാരിച്ച് ഇത് തന്നെ പരീക്ഷയ്ക്ക് വരൂ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരൂ എന്ന് പറയാൻ പറ്റില്ല. പണ്ട് പറയുകയാണെങ്കിൽ അത് എക്സാക്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിരുന്നു. അങ്ങനെ എക്സാക്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുമ്പോൾ റീ എക്സാമിനേഷൻ വരും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ പാഠം അത്യാവശ്യം വായിച്ച് പോയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും കേട്ടോ. ഇപ്പോൾ സമയം വഹിക്കുന്നില്ല, നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ഹായ് ഓൾ, വെരി ഗുഡ് ഈവനിങ് ടു ഓൾ വൺസ് അഗെയിൻ. സോ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ജോൺ കീറ്റ്സിൻ്റെ കവിതയായിട്ടുള്ള ഓട്ടു ഓട്ടമാണ്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു ഉണ്ടെങ്കിൽ സന്തോഷം. മനസ്സിലാകാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ അല്ലെങ്കിൽ ഞാനത് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഓട്ടു ഓട്ടം എഴുതിയ ജോൺ കീറ്റ്സ് ആണ്. ഇപ്പോൾ ജോൺ കീറ്റ്സിനെ കുറിച്ച് ആദ്യം പറയാം. നമ്മൾ ഏതൊരു കവിതയുമായി റിലേറ്റ് ചെയ്യുന്ന പാരഗ്രാഫോ എസ്സേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും പോയറ്റിനെ കുറിച്ച് നിങ്ങൾ എഴുതണം. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു. ഇഫ് എ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് പാരഗ്രാഫ് ഓർ essay, you have to write minimum 3 or 4 sentences regarding the poet. So here the poet is John Keats. He was born in 1795 and he was died in 1821. He was died at the age of 25 because of tuberculosis or consumption. His father's name is Thomas Keats and mother's name is Frances Keats.
and his father's profession was stable keeper. Okay, and at the very age he was died because of tuberculosis. It was a epidemic disease during his age, and his brother was also died. Because of tuberculosis or consumption. We have to know about that. And hi Sri Priya, fifth sem results free അടുത്ത് തന്നെ വരും. എനിക്ക് തോന്നുന്നു ജൂൺ ഫസ്റ്റ് വീക്കിന് വരാൻ സാധ്യതയുണ്ട്. ജൂൺ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. വാല്യുവേഷനൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. 6th സെമ്മിൻ്റെ വാല്യുവേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതും ഏകദേശം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന ഈ കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് he was engaged with, Thomas Gates was engaged with his lover. Her name was Fanny Brown. And in 1819, he has given, or he got predominant recognition because of his ode, O-D-E, ode. What is ode? Ode is a lyric poem. And it addressed to something, and it addressed to subject. It is addressed to something, or it is addressed to a subject, and it has varying meter or rhythm. It has പോയിന്റിനെ കുറിച്ച് ഇത്രയൊക്കെ എഴുതണോ, ഇമ്പോർട്ടൻ്റ് ആണോ? ഞാനിങ്ങനെ കുറേ സെൻറ്റൻസ് പറഞ്ഞത് നിങ്ങൾക്കത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു 8-10 സെൻറ്റൻസ് പഠിച്ചാലാണ് ആ സമയത്ത് 35% ജയിക്കാൻ. ഇന്നലെ പേഴ്സണിഫിക്കേഷൻ പറഞ്ഞില്ലേ, അത് ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. 8-10 സെൻറ്റൻസ് പറഞ്ഞത്, നമ്മൾ 8-10 സെൻറ്റൻസ് പഠിച്ചാൽ മാത്രമാണ് ഒരു 3-4 സെൻറ്റൻസ് എങ്കിലും പരീക്ഷ സമയത്ത് ഓർമ്മയിൽ വരുള്ളൂ. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് പലപ്പോഴും ഘോരമായി പ്രസംഗിക്കാറ്, അല്ലെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ പറയാറ്. അത് അവരുടെ ഒരു പാണ്ഡിത്യം തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. ടീച്ചേഴ്സ് ആ സമയത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഒരു പോയമാണ് എടുക്കുന്നുള്ളൂ. പക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതുമ്പോൾ എല്ലാ പോയത്തിൻ്റെയും നിങ്ങൾക്ക് ബേസ് വിത്ത് വേർഡ്സിൽ പോയം പഠിക്കാനുണ്ട്, ഷോർട്ട് സ്റ്റോറി പഠിക്കാനുണ്ട്, ഡ്രാമ പഠിക്കാനുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ആ സമയത്ത് ജോൺ കീറ്റ്സിന് മാത്രം ഇത്രയധികം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് 8-10 സെൻറ്റൻസ് പറയുന്നത്. ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യുന്ന സെൻറ്റൻസ് എഴുതാണെങ്കിൽ it would be really great. Okay. In 1819, he was regarded as famous poet because of his ode. Ode is a lyric poem, and it consists of lines. The കാര്യം പറയുന്നില്ല. And it address something. ആ കാര്യം ഓർത്ത് വയ്ക്കാം. It varies meter and variance. Then in 1819, he published, or he composed 6 odes. In 1819, John Keats composed 6 odes. Okay. 6 ഓഡ് 1819 ജോൺ കീറ്റ്സ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഓഡ് ഓൺ എഗ്രീഷൻ, ഓഡ് ഓൺ ഇൻടോളറൻസ്, ഓഡ് ടു മെലങ്കോളി, then ഓഡ് ടു സൈക്കി, then ഓഡ് ടു നൈറ്റിംഗേൽ, and finally ഓഡ് ടു ഓട്ടം. ഈ ഓഡ് ടു ഓട്ടം, then ടു ഓട്ടം എന്നൊക്കെ പറയാറുണ്ട്. So in the year 1819, he has written 6 odes. They are, the first one is Ode to Grecian Nerd. Poet name പഠിച്ചോളൂ. Yes, no. ചാമ്പിക്കോ പറഞ്ഞിട്ടുണ്ട് പോയിറ്റ് നെയിം എന്താണ്? ജോൺ കീറ്റ്സ്. മറക്കരുത്, ജോൺ കീറ്റ്സ്. So first one is Ode on a Grecian Nerd, Ode on a Grecian Nerd, Ode on Intolerance, then Ode to a Melancholy, then Ode to Psyche, Ode to Nightingale, and finally Ode to Autumn. All are published in the year 1819. And he was died in the age of 1821, and after his death he got famous. പലപ്പോഴും അങ്ങനെയാണല്ലോ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് മരിക്കുമ്പോഴാണ് ഓരോ വ്യക്തികൾക്കും ഫെയിമും റെക്കഗ്നേഷൻ കിട്ടാറുള്ളത്. അതിലെവിടെയും വ്യത്യാസം വന്നിട്ടില്ല. ഹി ഗോട്ട് റെക്കഗ്നേഷൻ ആൻഡ് ഫേമസ് ആഫ്റ്റർ ഹിസ് ഡെത്ത് അറ്റ് ദ ഏജ് ഓഫ് 25. 1821 അദ്ദേഹം മരിക്കുന്നത്, 25ാമത്തെ വയസ്സിൽ. ആലോചിച്ച് നോക്കൂ, ടെൻഡർ ഏജിലാണ് നമ്മുടെ ജോൺ കീറ്റ്സ് മരിക്കുന്നത്. ഒരു വട്ടം ഞാൻ എഴുതിയ ദ ഫസം തോറ്റുപോയോ, എന്ത് പറ്റി എനിക്കറിയില്ല എന്നതാണ്. അപ്പോൾ ചാമ്പിക്കെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തീർച്ചയായിട്ടും പോയിറ്റിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക. പോയിറ്റിൻ്റെ പേര് മാത്രമല്ല പഠിച്ചു വയ്ക്കേണ്ടത്. ദ സെക്കൻഡ് വൺ ഈസ് പോയം അഥവാ പോമിൻ്റെ പേരും കൂടി പഠിച്ചു വയ്ക്കാം. രണ്ടും ചെയ്തു വയ്ക്കണം. യു ഹാവ് ടു സ്റ്റഡി ബോത്ത് ദ പോയിറ്റ് ആസ് വെൽ ആസ് ദ പോം. അത് നിങ്ങൾ എഴുതി കഴിഞ്ഞ ശേഷം അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടു, ദെൻ
ഇങ്ങനെ എഴുതാണ് ഓട്ടു ഓട്ടം എന്ന പോയം എഴുതാണെങ്കിൽ ഓട്ടു ഓട്ടം ദ ഫേമസ് ഓഡ് വാസ് റിട്ടൺ ബൈ ജോൺ കിഡ്സ് ഒക്കെ എഴുതുമ്പോൾ ഇൻവെർട്ടർ കോമയോ അണ്ടർലൈനോ ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കുന്ന ടീച്ചേഴ്സും സന്തോഷമായിരിക്കും ഉണ്ടാവാം. നമ്മൾ കുറച്ച് ട്രിക്സൊക്കെ ഉപയോഗിക്കണം, ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കാണാവുന്ന കാര്യമാണ്. എഴുതിയത് കൊണ്ട് പറയാണ് 3 മാർക്കിന് കൂടുതലും പോയിറ്റിൻ്റെയും ചാപ്റ്ററിൻ്റെയും ക്യാരക്ടർ ഒക്കെ ചോദിക്കണം. യെസ് കണ്ടോ അവ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു 3 മാർക്ക് ചോദ്യം ചോദിക്കുമ്പോൾ പോയറ്റ് നെയിം, ദെൻ പോം നെയിം, പിന്നെ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ പറയുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് കിട്ടും. നല്ല മാർക്ക് പറയുകയാണെങ്കിൽ 3-ൽ 2.5 മാർക്ക് നമുക്ക് കിട്ടും. സോ യു ഹാവ് ടു ഇൻകോർപ്പറേറ്റ് ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് ആണ്. യെസ് ഐ ഫോർഗോട്ട് ദാറ്റ്. യെസ്, ജോൺ കിഡ്സ് വാസ് റിഗാർഡ് ആസ് ഫേമസ് റൊമാൻറ്റിക് പോയറ്റ് ഇൻ ഇംഗ്ലീഷ്. ഫേമസ് റൊമാൻറ്റിക് പോയറ്റ്. ഈ റൊമാൻറ്റിക് പോയറ്റിൽ തന്നെ സെക്കൻഡ് ഇന്നിങ്സ് ആണ്, സെക്കൻഡ് ജനറേഷൻ പോയറ്റ് ആണ് ഇപ്പോൾ ജോൺ കിഡ്സ്. ജോൺ കിഡ്സ് ഇസ് റിഗാർഡ് ആസ് റൊമാൻറ്റിക് പോയറ്റ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയറ്റ്സ്. ആരുടെക്കൊപ്പമാണ്? ലോർഡ് ബൈറൺ, പി.ബി. ഷെല്ലി, പേഴ്സി ബൈഷ് ഷെല്ലി, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. പി.ബി. ഷെല്ലി കേട്ടിട്ടില്ലേ? പേഴ്സി ബൈഷ് ഷെല്ലി, ലോർഡ് ബൈറണിനൊപ്പമുള്ള സെക്കൻഡ് ജനറേഷൻ റൊമാൻറ്റിക് പോയറ്റ് ആണ് നമ്മൾ പഠിക്കുന്ന ജോൺ കിഡ്സ്. താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻറ്റ്, താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക് ഹിയർ. അപ്പോൾ നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കാം ജോൺ കിഡ്സിനെ കുറിച്ചിട്ട്. ജോൺ കിഡ്സ് ഹി വാസ് എ ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ്. നമുക്കൊന്നുകൂടെ ആവർത്തിക്കാം. ജോൺ കിഡ്സ് ഹി വാസ് എ ഫേമസ് റൊമാൻറ്റിക് സെക്കൻഡ് ജനറേഷൻ പോയറ്റ്. അത് എഴുതി വയ്ക്കാം. ലൈക്ക് ലോർഡ് ബൈറൺ ആസ് വെൽ ആസ് ദ സെക്കൻഡ് വൺ ഈസ് ആരാണ്? പി.ബി. ഷെല്ലി ഓർ പേഴ്സി ബൈഷ് ഷെല്ലി. And he was born in 1795 and he was died in 1821 and he was died at the age of 25. Hi Asina. Then his father was a stable keeper, and his father's name is Thomas Keats, mother's name is Frances Keats, and he was died at the age of 21, so 25. And his brother also died because of tuberculosis or consumption. You have to know that. Then hi Grace Mongam. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, he was engaged with his lover name is Fanny Brown, and he was financially independent because of his inheritance. He was financially independent because of his grandmother was really sound, economically sound. Because of economically sound, he was financially independent, and he was composed 6 odes in the year 1819. They are ode to Grecian ode on indolence, ode on melancholy, ode on psyche, ode on nightingale, and finally ode to autumn. And he was died at the age of 25 in the year 1821. After the death, he got recognition and fame from here and there. So നമുക്ക് പഠിക്കാൻ ode to autumn ആണെങ്കിൽ the ode to autumn consists of three stanzas. Ode to autumn consists of 3 stanzas, and each stanza covers 11 lines. 11 ലൈൻസ് വീതമുള്ള 3 സ്റ്റാൻസസ് ആണ് നമുക്ക് പഠിക്കാനുള്ള ഓഡ് ടു ഓട്ടം. ഈ കാര്യം കൊണ്ട് ഓർത്ത് വയ്ക്കാം. ആൻഡ് ഹിയർ ഓൾസോ ദ പോയറ്റ് ജോൺ കിഡ്സ് included or incorporated certain poetic devices. The first one is of course simile, then metaphor. Simile, metaphor, personification are already used. Hi Asina, hi Grace. അപ്പോൾ സിമിൽ നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞതാണ്. നമ്മൾ പഠിക്കാനുള്ള കവിതയിൽ ഏതെങ്കിലും ലൈനിൽ ലൈനോ ആസോ ഉണ്ടെങ്കിൽ, ഓക്കെ, ആംബുലൻസ് പോകുന്നുണ്ട്, ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള കവിതയിൽ ഏതെങ്കിലും ലൈനിൽ ലൈക്കോ ആസോ ഉണ്ടെങ്കിൽ ദ പർട്ടിക്കുലർ ലൈൻ ഈസ് റിഗാർഡഡ് ആസ് എന്താണ്? ദാറ്റ് ഈസ് കോൾഡ് സിമിലി. സോ യു ഹാവ് ടു നോ അബൌട്ട് ദാറ്റ് ആൻഡ് യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദാറ്റ്. The poet John Keats covers, or the John Keats employed certain poetic devices. The first one is simile. The simile, if we know that what is simile, when we compare, when we go through the particular poem, the line having the like or as, the particular line is called simile. And implied comparison is called metaphor. നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നു എന്താണ് പേഴ്സോണിഫിക്കേഷൻ. Personification is one of the figures of speech used by the poet for the beautification of the poem. അടുത്ത് പറയാനുള്ളത് ഇനാനിമേറ്റ് ഒബ്ജക്റ്റിന് സിമിലി ഒരു എക്സാമ്പിൾ പറയോ? യെസ്, മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. ജോൺ ബർട്ടൻ്റെ കവിതയാണ് മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്.
മൈ ലവ് ഈസ് ലൈക്ക് എ അത് മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് പറഞ്ഞ ഒരു കവിതയിലത്തെ ഒരു ലൈനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഐ തിങ്ക് ജോൺ ബർട്ടൺ, ഐ തിങ്ക് സോ. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്, ലൈക്ക് എ റെഡ് റോസ്. ഇപ്പം ലൈക്ക് ഉള്ളത് കൊണ്ടാണ് ദ പർട്ടിക്കുലർ ലൈൻ ഇസ് കോൾഡ് സിമിലി. നിങ്ങൾ വായിക്കുന്ന കവിതയിൽ ഏതെങ്കിലും ലൈന് ലൈക്കോ ആസോ ഉണ്ടെങ്കിൽ ആ ലൈൻ നമുക്ക് എന്താണ് പറയാം, അവിടെ ഫിഗർ ഓഫ് സ്പീച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ദ പർട്ടിക്കുലർ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് സിമിലി. എന്താ പറയുക, സിമിലി എന്ന് പറയാം. പിന്നെ മെറ്റഫർ പറഞ്ഞെങ്കിൽ ഇംപ്ലൈഡ് കമ്പാരിസൺ ആണ്. പേഴ്സോണിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇനാനിമേറ്റ് ഒബ്ജക്റ്റിന് കൊടുക്കാം. അതായത് ഇനാനിമേറ്റ് ഒബ്ജക്റ്റിന് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഒരു വർണ്ണന കൊടുക്കുകയാണ് ഇൻ ദ പർട്ടിക്കുലർ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് പേഴ്സോണിഫിക്കേഷൻ. ടു ഗിവ് ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് ഫോർ എ പർട്ടിക്കുലർ ലിവിങ് തിങ്സ്. ഓക്കെ, അത്ര മാത്രമേ അവിടെ പറയാനുള്ളൂ. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. നമുക്കൊരു കവിതയിലേക്ക് വരാം. 3 സ്റ്റാൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഓ ടു ഓട്ടം ഹാവിങ് 3 stanzas and each stanza covers with 11 lines. ഓക്കെ, 11 lines. അപ്പോൾ ടോട്ടൽ എത്ര ലൈൻസ് ഉണ്ട്? 33 ലൈൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് എസ്സേക്ക് ചോദിക്കുമ്പോൾ എഴുതാം. അപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ തോന്നാറുണ്ട്. ഫിഗർ ഓഫ് സ്പീച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടോ? ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ കാര്യത്തിൽ ഞാൻ നോക്കട്ടെ. എൻ്റെ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ കാര്യം പറയുന്നുണ്ട്, അല്ലാതെ ഫിഗർ ഓഫ് സ്പീച്ചിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടില്ല എൻ്റെ വിശ്വാസം. The thing is, I have spoken figure of speech while I taking classes, but I am never ever take any class exclusively regarding figure of speech. I think so. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം. താല്പര്യമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? If you want the particular video regarding figure of speech, definitely I will do that. I will do this. Okay. ഞാൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഫിഗർ ഓഫ് സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കവിതയിൽ 33 ലൈൻസ് ഉണ്ട്. അപ്പോൾ 3 സ്റ്റാൻസാസ് ഉണ്ട്, 33 ലൈൻസ് ഉണ്ട്, ഫിഗർ ഓഫ് സ്പീച്ച് ഉപയോഗിക്കുന്നുണ്ട്. പ്ലീസ് വീഡിയോ ചെയ്യൂ. യെസ് റോക്ക്, നമുക്ക് നോക്കാം, ഞാൻ ചെയ്യാൻ നോക്കാം കേട്ടോ. കുറേ ഫിഗർ ഓഫ് സ്പീച്ച് ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഏതൊക്കെയാണ്? സിമിലി ചോദിക്കാറുണ്ട്. സിമിലി, മെറ്റഫർ, മീറ്റോണമി, പേഴ്സോണിഫിക്കേഷൻ, അലിറ്ററേഷൻ, അസൊണൻസ്, ദെൻ അപ്പോസ്ട്രോഫി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. സോ നോക്കാം, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റാൻസ നമുക്ക് നോക്കാം. 3 സ്റ്റാൻസ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സ്റ്റാൻസിൽ 11 ലൈനും സെക്കൻഡും തേർഡിലും ഒക്കെ 11 ലൈൻസ് വീതമാണ്. ടോട്ടൽ 33 ലൈൻസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ് എന്താ പറയുന്നത്? ഓട്ടം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാണാം. എല്ലാവർക്കും ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ചോദിക്കാറുണ്ട്. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ചോദിക്കാറുണ്ട്. അതൊരു മെറ്റാഫിസിക്കൽ കൺസീറ്റ് ആണ്. മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്ന് പറയും. മെറ്റാഫിസിക്കൽ പോയം പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഏതാണ്? ടൂയിസ് കോയമസ്റ്റേഴ്സ്, പിന്നെ എബ്രഹാം കൗലി, ജോൺ ടേൺ, ഇവരൊക്കെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആണ്. തോമസ് ഗ്രേയുടെ ഫേമസ് പോമാണ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. തോമസ് ഗ്രേയുടെ ഫേമസ് പോം ഏതാണ്? ഓർക്കുന്നുണ്ടോ? ഐ ഫോർഗോട്ട് ദ നെയിം ഓഫ് ദ പർട്ടിക്കുലർ പോം. ദാറ്റ് ഈസ് തോമസ് ഗ്രേയുടെ ഫേമസ് പോമാണ്. ഞാൻ നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അത് എക്സാക്റ്റ് പറയാൻ ശ്രമിക്കാം. സോ നമുക്കറിയാം there are 4 seasons. ഹായ് ലിൻഡ, there are 4 seasons. ഫസ്റ്റ് വൺ ഈസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് 4 seasons. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിൻ്റർ. ഇപ്പോൾ ഓട്ടം എന്ന പോയത്തിൽ വേണമെങ്കിൽ ഒരു സെൻറ്റൻസ് നമുക്ക് ആഡ് ചെയ്യാം. ആസ് വി ഓൾ നോ there are 4 seasons, that സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിൻ്റർ, ആൻഡ് ഹിയർ ദ പോം ഈസ് റിഗാർഡ് വിത്ത് ഓട്ടം. അപ്പോൾ അങ്ങനെ ഹായ് ആൻസേഴ്സ്, ഐ തിങ്ക് സോ. അപ്പോൾ ഇപ്പോൾ ഓട്ടം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ഓട്ടം, സ്പ്രിംഗ്, ഓട്ടം, സമ്മർ ആൻഡ് വിൻ്റർ, സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിൻ്റർ, യെസ് എക്സാക്റ്റ് ഓർഡർ അങ്ങനെയാണ്. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിൻ്റർ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു സെൻറ്റൻസ് കൂടെ എഴുതാൻ പറ്റും. നമ്മൾ വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ് പാലിൽ, പക്ഷേ നല്ല വേണ്ട വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓട്ടം വന്ന കവിതയിൽ നമുക്ക് ഒന്നും കിട്ടുന്നില്ല വിചാരിക്കാം. അപ്പോൾ എന്താ പറയുക, ഓട്ടം ജോൺ കീറ്റ്സിൻ്റെ ഫേമസ് പോമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 4 സീസൺസ് ഉണ്ട്. അതിൽ ഓട്ടത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ? വെറുതെ എഴുതുകയാണെങ്കിലും പക്ഷെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്ക് ഇവിടെ ആവർത്തിക്കാനുള്ളത്. സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ആ കാര്യം ഒന്നും മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. അത് എന്താ പറഞ്ഞത്? written John Keats, and John Keats was a famous English poet during the second generation romantic poets with the help of Lord Byron and P.B. Shelley. And as we all know, there are 4 seasons. Literature എടുക്കൂ സാർ. ലിറ്ററേച്ചറിൻ്റെ കാര്യം എനിക്ക് ബുക്കുകൾ അവൈലബിൾ അനുസരിച്ചാണ് ക്ലാസ് എടുക്കാറുള്ളത്. നോക്കട്ടെ, ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്കിവിടെ വേറെ ക്ലാസ്സസ് നടക്കുന്നുണ്ട്, പെയ്ഡ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്.
സോ നോക്കാം, വിൽ ട്രൈ എന്ന് പറയാം നമുക്ക്. ഓക്കെ, എല്ലാം ഒരു ട്രൈ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആസ് വി ഓൾ നോ ദർ ആർ 4 seasons, spring, summer, autumn and winter, and the particular poem regarded with the season autumn. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 1-2 സെൻറ്റൻസ് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. സോ യു ഹാവ് ടു ആഡ് ഓൺ, ഇൻകോർപ്പറേറ്റ്, യു ഹാവ് ടു ഇൻക്ലൂഡ്. ഈ കാര്യം മറക്കരുത്. മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ആൻസറിലേക്ക് വരാം. ഓട്ടം ഇസ് എ സീസൺ. ആസ് വി ഓൾ നോ ഓട്ടം ഇസ് സീസൺ ഓഫ് മിസ്റ്റ് ആൻഡ് മെനി വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ്. ഓട്ടം ഇസ് എ സീസൺ. തങ്കം ചേട്ടൻ്റെ, തങ്കം വിരാട് കോഹ്ലി സർ, നിങ്ങളുടെ ക്ലാസ്സസ് വെരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു ആൻസേഴ്സ്. ഇഫ് യു ലൈക്ക് ദ പർട്ടിക്കുലർ ചാനൽ ആൻഡ് ദ വീഡിയോ ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു. അതായത് autumn, what is autumn? Autumn is one of these seasons, and autumn is famous regarded as the mist as well as varieties of fruits. ആ കാര്യം ഓർത്ത് വയ്ക്കുക. Then autumn is a close friend of sun. Autumn is a close friend of sun, and together they plan to plant vines, plenty of fruits. അപ്പോൾ ഈ സമയത്ത് കുറേ ഫ്രൂട്ട്സ് പ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ലൈക്ക് യു നോ, the first one is apple, the second one is nuts, third one is gourd. ഓർത്ത് വയ്ക്കാം. ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതലും പറയുന്നത്. Here the season autumn is famously regarded as mist as well as loads of varieties of fruits, and sun is a close friend of autumn. And the particular autumn, ഇതൊക്കെ എക്സാമിന് ചോദിക്കും. നമ്മൾ ആദ്യം സമ്മറി അറിയണം. പോയിറ്റ് ഡിവൈസസ് ചോദിക്കും. പിന്നെ എസ്സേ അല്ലെങ്കിൽ പാരഗ്രാഫ് ചോദിക്കുമ്പോൾ നമുക്ക് ഈ പോയിറ്റിനെ കുറിച്ച് എഴുതല്ലേ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. So the particular autumn season is famous for mist as well as varieties of fruits, and the sun is a very close friend of autumn, and autumn plants a lot of fruits like apple, gourd, and nuts also. Last പറയുന്നുണ്ട്, late flowers also bloom, and late flowers also bloom in the season autumn. And making the bees sting. And bees, ഹണി ബി എന്ന് ചിന്തിക്കുന്നത് ആ സമയത്തോടെ ഹണി കോം ഉണ്ടായിരിക്കും, അല്ലെ ഹണി ഉണ്ടായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ലേറ്റ് ആയിട്ടുള്ള സമയത്തും ഓട്ടം സീസണിൽ ഇലകൾ പൂക്കുന്നുണ്ട്. അപ്പോൾ ഇലകൾ പൂക്കുന്നുണ്ടെങ്കിൽ പൂക്കൾ വരികയാണെങ്കിൽ ഹണി വരും, ഹണി വേണമെങ്കിൽ ഹണിക്കോം ഉണ്ടായിരിക്കും. അങ്ങനത്തെ രീതിയിലൊരു മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ആൻസർ നമുക്ക് മനസ്സിലാവും. സോ യു ഗോട്ട് ദ ഫസ്റ്റ് ആൻസർ. എന്താണ് പറയുന്നത്? ഓട്ടം ഈസ് ഫേമസ് റിഗാർഡ് ആസ് ദ ബെസ്റ്റ് ആൻഡ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ്. ഓക്കെ, ആൻഡ് സൺ ഈസ് വെരി ക്ലോസ്. മലയാളം ക്ലാസ് ഉണ്ടാവുമ്പോൾ മലയാളം ക്ലാസ് ടീച്ചേഴ്സ് അവൈലബിൾ ആണെന്ന് നോക്കട്ടെ. ആൻഡ് sun is a very close friend of autumn, and autumn plants too much of plants. The first one is apple, the second one is bitter gourd, third one is nuts. And autumn, the season autumn also plants of flowers, late flowers also. The late flowers bloom the particular season. The honey is coming, like the bees are coming. The bees know there is any honey for the honeycomb. അങ്ങനെ ഓർത്ത് വയ്ക്കാം. which are the because of the honey in the. അപ്പോൾ അതായത് മിസ്റ്റ് ആൻഡ് മെല്ലോ ഫ്രൂട്ട്ഫുൾനെസ് അല്ലേ? യെസ് സ്റ്റഡി ബ്ലോഗ്സ്. യെസ്, മിസ് ആസ് വെൽ ആസ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്ഫുൾനെസ് ഓർ വെറൈറ്റീസ് ഓഫ് റൈപ്പൺ. ദ ഫ്രൂട്ട്സ് ആർ റൈപ്പൺ. ആ സമയത്താണ് ഫ്രൂട്ട്സ് ഒക്കെ റൈപ്പൺ ചെയ്യുന്നത്. ആ കാര്യമാണ് പറയുന്നത്. താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക് SLR ബ്ലോഗ്സ്. അപ്പോൾ ആ കാര്യം മനസ്സിലായി. ആൻഡ് സെക്കൻഡ് വൺ, ദ ഓട്ടം ഇസ് പേഴ്സോണിഫൈഡ് ഹിയർ. സെക്കൻഡ് സ്റ്റാൻസയിൽ ഓട്ടത്തിനെ പേഴ്സോണിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്? Here the second stanza, the autumn is personified here. People can see autumn. And the autumn is sitting on the granary store. Here the autumn is personified, and the people can see autumn. And autumn was sat on the granary store, and the granary store filled with lots of granaries, like granules or cereals. And here the paddy, or the other one is apple, other things. And the autumn was really sat on the floor of the particular granule or particular granary store. And the other one is the autumn is having opium, and the particular carelessness also witnessed, or particular opium oriented things also witnessed
for the particular stanza. The second stanza discussed or second stanza witnessed the opium-oriented carelessness. Okay, ആ കാര്യം ഓർത്ത് വയ്ക്കുക. Opium-oriented carelessness for the particular stanza. So here the second stanza personified. The autumn is personified in the second stanza. And people can see autumn. And she was sat on the granary store. And the granary store consists of lots of grains, lots of cereals. And she was opium. And she was having opium. That's why she was sat on the particular store with the victimized or very carelessness. Then since she went to sleep on the middle of reaping. Okay, and the granary store, നമുക്കറിയാം ഗ്രാനറിയിലെ കുറേ അധികം ഗ്രെയിൻസ് ഉണ്ടായിരിക്കും. ആ ഗ്രെയിൻസിൽ എന്തായിരിക്കും ഉണ്ടാവുക? കുറേ അധികം സെറിയൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആപ്പിൾ ഫ്രൂട്ട് ഉണ്ടാവാം. ആ സ്ഥലത്താണ് ഈ കുട്ടി കിടന്നുറങ്ങുന്നത്. പെൺകുട്ടി എന്ന് പറയുകയാണെങ്കിൽ ഓട്ടത്തിനാണ് ഇവിടെ പേഴ്സോണിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. പേഴ്സോണിഫിക്കേഷൻ നടത്തിയത് കൊണ്ടാണ് ഇവിടെ ഷീ അല്ലെങ്കിൽ ഓട്ടം അല്ലെങ്കിൽ പേഴ്സോണിഫിക്കേഷൻ പറയുന്നത്. ദെൻ അടുത്ത ഉദ്ദേശിക്കുന്നത് സംടൈംസ് വി ക്യാൻ സീ ഓട്ടം വാക്കിംഗ് ഇൻ എ ലൈക്ക് എ ഗ്ലീനർ ഹു ഇസ് ക്യാരിങ് ഹെർ ഹെഡ് ദാറ്റ് വാസ് ഷീ ഇസ് ഗ്ലീൻഡ് ഫ്രം ഹെർ. ലൈക്ക് ഓട്ടത്തിലാണ് അല്ലെങ്കിൽ ഓട്ടം ഇവിടെ പേഴ്സോണിഫൈഡ് ആണ്. And the second one is she was sat on the ripening fruit and that was gleaned over the particular season and that can see by the people. I wrote to here. Then sometimes we can see autumn sitting by the side of a cedar press. ചില സമയത്ത് ആപ്പിൾ മരത്തിന് അല്ലെങ്കിൽ ആപ്പിൾ ഫ്രൂട്ടിൻ്റെ അടുത്തും കുട്ടി കിടക്കുന്നത് പോലെ കാണാറുണ്ട്. ആപ്പിളിൻ്റെ അടുത്തും കിടന്നുറങ്ങുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റാൻസയിൽ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് the poet John Keats deciphered the second stanza. Autumn is regarded as autumn is personified. The people can see autumn and she was sat on the granule. Farmer woman sitting careless on granary floor and her soft lifted by winnowing wind. ഇങ്ങനെ എഴുതിയാൽ മതിയോ? Yes, that was really great. Yes, അത് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് ഇവിടെ സെക്കൻഡ് സ്റ്റാൻസയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് the poet decipher the second stanza as personification. People can see autumn and she was sat on the granary or granary store, and she was sat on the granary store because of the opium oriented things. She had opium and she was sat on the ripening fruit and she was sleep over the ripening fruit. I wrote to again and she was sat on the cedar trees, apple trees also. ആപ്പിൾ ട്രീ ഉദ്ദേശിക്കുന്ന ആപ്പിൾ മരത്തിന് അവിടെയും കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. ഇതൊക്കെയാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് ഗിവൺ ദ ക്ലൂസ് ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി. ഓക്കെ, ക്ലൂസാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പാഠം വായിച്ചിരിക്കണം ഫോർ ഗെറ്റിംഗ് മോർ ഇൻഫോർമേഷൻ. റെഫറൻസ് ആണ് കൂടുതലും കൊടുക്കാറുള്ളത്. ആ റെഫറൻസ് നിങ്ങൾ മറക്കരുത്. ആൻഡ് തേർഡ് സ്റ്റാൻസയിൽ പോകുമ്പോൾ people may say that autumn has no music just like spring. സ്പ്രിംഗ് സീസൺ പോലെയല്ല ഓട്ടം എന്നാണ് പറയുന്നത്. പക്ഷേ ഓട്ടത്തിൻ്റെതായ മ്യൂസിക് ഉണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. People may say that the season autumn has not just music like spring. ആ കാര്യം ഓർത്ത് വയ്ക്കുക. സ്പ്രിങ്ങിനെ പോലത്തെ ഒരു മ്യൂസിക് അല്ല ഓട്ടത്തിനുള്ളതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ബട്ട് ഓട്ടം ഹാസ് ദെയർ ഓൺ മ്യൂസിക്. ആ മ്യൂസിക് നമുക്ക് ഓർക്കാം. അത് നിങ്ങൾ ആ മ്യൂസിക് എന്താ പറയുന്നത്? നമ്മുടെ മ്യൂസിക് പറയുന്നുണ്ട്. The music of autumn consists of the first one is the choir of gnats. അത് പഠിച്ചു വയ്ക്കുക. The choir of gnats first one. The second one, the bleating of full grown lambs. The bleating, ഈ ആടുകളുടെ ബ്ലീറ്റിംഗ് സൗണ്ട് അല്ലേ, ഇപ്പോൾ ബ്ലീറ്റിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. Then singing of hedge crickets. ക്രിക്കറ്റ് പറഞ്ഞ എന്താണ്? ചീവീടുകൾ, ക്രിക്കറ്റിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. Then whistles of the redbreast and finally twittering of the swallows. Okay, അപ്പോൾ തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത് the people may say that the season autumn has no music just like the spring, but the autumn has their own music. The autumn music consists of the first one is അത് പോയിന്റ് ആയിട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. The choir of gnats, then the bleating of full grown lambs, the singing of hedge crickets, and finally the whistles of redbreast, and finally twittering of swallows. ഇതൊക്കെയാണ്
ഏതിനാ മ്യൂസിക് പറയുന്നത്? ഓട്ടത്തിന് മ്യൂസിക്. അപ്പോൾ ഓട്ടത്തിനും മ്യൂസിക് ഉണ്ട്. അത് സ്പ്രിങ്ങിനെ പോലെയല്ല, പക്ഷേ ഓരോ സീസണും അതിന് അതിൻ്റെതായ എന്തുണ്ടായിരിക്കും? മ്യൂസിക് ഉണ്ടായിരിക്കും. ആ മ്യൂസിക്കിൻ്റെ കാര്യം അവിടെ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കവിത. ആ കാര്യം ഓർത്ത് വയ്ക്കാം. അത്രയാണ് നമുക്ക് ഈ ഓഡ് ടു ഓട്ടം എന്ന നമ്മുടെ ഈ പോയത്തിൽ പഠിക്കാനുള്ളത്. സോ യു ഹാവ് ടു നോ ദാറ്റ് ആൻഡ് യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദാറ്റ്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഓഡ് ടു ഓട്ടം എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി സീസൺസ് ആണ്. ഇതിലും പേഴ്സോണിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിലും ഫിഗർ ഓഫ് സ്പീച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. പേഴ്സോണിഫിക്കേഷൻ, സിമിലി, മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്. സിമിലി എന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് ഓർ ആസ് കാണുകയാണെങ്കിൽ, നിങ്ങൾ ലൈക്ക് ഓർ ആസ് കാണുകയാണെങ്കിൽ if you come across any like or as for a particular line, you have to say that the line has the point used for the line is figure of speech is called simile, and implied comparison is called metaphor, and inanimate object to a particular person, living object. Inanimate object to a living object is called personification. ആ കാര്യം ഓർത്ത് വയ്ക്കുക. There are 3 stanzas and each stanza covers with 11 lines. Total 33 lines. ആ കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ എന്താ പറയാനുള്ളത്? ഫസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞ എന്താണ്? Autumn is regarded as the poem is a classical example for John Keats' power of imagination. Yes, Rock, thank you for that. ഇത് എഴുതാം. ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് പവർ ഓഫ് ഇമാജിനേഷൻ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു പോയറ്റ് എന്ന് പറയുകയാണെങ്കിൽ the poet is encompassed or incorporated with the imagination power, creativity, genuine thoughts, the facts. ഇതൊക്കെയാണ് പലപ്പോഴും കവിതയെ വർണ്ണിപ്പിക്കാൻ അല്ലെങ്കിൽ കവിയെ കവിയാക്കുന്നത് ഈ പറയുന്ന പവർ ഓഫ് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, തോട്ട്സ്, ഫാക്ട്സ്, ഫെയറി ടെയിൽസ് ഇതൊക്കെ എത്തിക്കുന്നുണ്ട്. കവി വർണ്ണന വളരെ കൂടുതലാണ്. ഫാമർ വുമൻ ആണ് ഈ ഓട്ടം സീസണിന് പറയുമോ? ഫാമർ വുമൻ എന്നും പറയാം. ഓക്കെ, ഫാമർ വുമൻ എന്നും പറയാം. ആതിര മോഹൻ പറയാൻ സാധിക്കും. കാരണം ഇവിടെ ഓട്ടത്തിനെ പേഴ്സണിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ആ പേഴ്സണിഫിക്കേഷൻ ഭാഗമായിട്ടാണ് ഫാമർ വുമൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഓട്ടം ഈസ് റിഗാർഡ് ആസ് പേഴ്സണിഫൈഡ്. എന്താണ് പേഴ്സണിഫിക്കേഷൻ പറഞ്ഞാൽ? ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് കൊടുക്കുക. ഏതിന്? ലിവിങ് ഒബ്ജക്റ്റിനെ. ഇവിടെ ഓട്ടം ഒരു സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറയുമ്പോൾ ഫാമർ വുമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. ഇംപ്ലൈഡ് കമ്പാരിസൺ ചെയ്യാം, മെറ്റഫർ പോലെ. ആ കാര്യം ഓർത്ത് വയ്ക്കാം. സോ ഫസ്റ്റ് സീസൺ autumn is season of mist and varieties of the fruits are ripened. ആ കാര്യം ഓർത്ത് വയ്ക്കുക. ആൻഡ് സൺ ഈസ് വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് ഓട്ടം. ആ സമയത്ത് കുറേ ഫ്രൂട്ട്സ് ഒക്കെ റൈപ്പൻ ചെയ്യുന്നുണ്ട്. ആ റൈപ്പൻ ഏതൊക്കെ വന്നിരിക്കുന്നത്? ആപ്പിൾ, ബിച്ചർ ഗോഡ്, നട്ട്സ്. ആ കാര്യം പറയുന്നുണ്ട്. ദെൻ ലേറ്റ് ആയിട്ട് സീസണിലും പ്ലാന്റ്സ് ബ്ലൂം ചെയ്യുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ദ ബീസ് ആർ കമ്മിങ്. ഇത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ചെയ്യൂസ് ആർ യൂസ്ഫുൾ ആകും. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ ആദ്യം ഇത് പറഞ്ഞ് ജസ്റ്റ് ഓടിച്ച് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ? ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻസയിൽ ഓട്ടം പേഴ്സണിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്, ഫാം വുമണായി കാണിക്കുന്നുണ്ട്. പിന്നെ കിടന്നുറങ്ങുന്നത് എവിടെയാണ്? ഗ്രാനറി സ്റ്റോറിലാണ്. ഗ്രാനറി സ്റ്റോറിൽ നമുക്കറിയാം അവിടെ ആപ്പിൾ ഉണ്ട്, കുറച്ചധികം ഗ്രെയിൻസ് ഉണ്ട്. അത് ഓർത്ത് വയ്ക്കുക. ഒപ്പിയം കഴിച്ചതുകൊണ്ട് ഒരു സെഡേഷൻ പോലെയാണ്, കെയർലെസ്നെസ് കാണിക്കുന്നുണ്ട്. റൈപ്പനിങ് ഫ്രൂട്ട്സ് അവിടെ കിടന്നുറങ്ങുന്നത്. ദെൻ എന്താ പറയുക ഉദ്ദേശിക്കുന്നത്? പിന്നെ യെസ്, ആ കാര്യം അതോടെ പറയുന്നുള്ളൂ. തേർഡ് സ്റ്റാൻസിൽ ഉദ്ദേശിക്കുന്നതാണ് സ്പ്രിങ്ങും അതുപോലെ തന്നെ ഓട്ടത്തിൻ്റെ മ്യൂസിക്കാണ് പറയുന്നത്. പീപ്പിൾ മേ സേ ദാറ്റ് ദ ഓട്ടം ഹാസ് ദെയർ ഓൺ മ്യൂസിക്. കമ്പയർ ചെയ്യുമ്പോൾ സ്പ്രിങ്ങിനേക്കാൾ കുറവാണ് ഓട്ടത്തിൻ്റെ മ്യൂസിക് എന്നാണ് പീപ്പിൾ പറയുന്നത്. പക്ഷെ ഓട്ടത്തിൻ്റെതായ മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? കൊയർ ഓഫ് നാട്സ്, ബ്ലീറ്റിംഗ് ഫുൾ ഗ്രോൺ ലാംസ്, ദ സിംഗിങ് ഓഫ് ഹെഡ്ജ് ക്രിക്കറ്റ്സ്. ദെൻ അതർ വൺ ഇസ് വിസിൽസ് ഓഫ് റെഡ് ബ്രസ്റ്റ്, ദെൻ ട്വിറ്ററിങ് ഓഫ് സ്വാലോസ് ആണ്. ഇനി SLR പറഞ്ഞ പോലെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഏത് വർഷമാണ് ഈ കവിത രചിക്കപ്പെട്ടത്? 1819. ദ പോം ഓഡ് ടു ഓട്ടം വാസ് റിട്ടൺ ദ ഇയർ 1819 ആൻഡ് ഹി വാസ് എൻഗേജ്ഡ് വിത്ത് ഫാനി ബ്രൗൺ. നേരത്തെ പറഞ്ഞാണ്. ഇൻ 1818 ഹി വാസ് എൻഗേജ്ഡ് വിത്ത് ഫാനി ബ്രൗൺ. ഇദ്ദേഹത്തിൻ്റെ ലവറാണ്. അത് വൺ ഈസ് പേഴ്സോണിഫിക്കേഷൻ മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വൈസ് ഓട്ടം കോൾഡ് സീസൺ ഓഫ് മിസ്റ്റ് ആൻഡ് ഫെല്ലോ. നമ്മൾ ഫസ്റ്റ് ആൻസർ പറഞ്ഞ കാര്യമാണ്. ജസ്റ്റ് റിവൈൻഡ് വാട്ട് ഐ സെഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ആൻസർ, പാരഫ്രൈസ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് അതുകൊണ്ട് എന്താണ്? ഹു ഇസ് കോൾഡ് ദ ബ്ലോസം ഫ്രണ്ട് ഓഫ് മെച്ചുറിങ് സൺ. അതാണ് ഓട്ടം ഇസ് കോൾഡ് ദ ബ്ലോസം സൺ ഓഫ് മെച്ചുറിങ് സൺ. പിന്നെ ദ മ്യൂസിക് ഓഫ് ഓട്ടം നേരത്തെ നമ്മൾ തേർഡ് സ്റ്റാൻസർ നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വി ഓൾറെഡി സെഡ് ഓട്ടം സീസൺ. യെസ്, ഓട്ടം സീസണിൻ്റെ മ്യൂസിക് നമ്മൾ പറഞ്ഞിരുന്നു. തേർഡ് സ്റ്റാൻസറിൽ പറഞ്ഞില്ലേ? ആ തേർഡ് സ്റ്റാൻസറുടെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം. അത് കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ വിച്ച് ഫെമിനൈൻ
ഇമേജ് വാസ് യൂസ്ഡ് ബൈ കിഡ്സ് ടു ഡിസ്ക്രൈബ്. ഏതാണ് ഉദ്ദേശിക്കുന്നത്? ഫെമിനൈൻസ് ഇമേജ് പറയുകയാണെങ്കിൽ സെറീസ് ആണ്. സെർസ് വാസ് എ ഗോഡസ് ഓഫ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൻ്റെ ഗോഡസ് ആണ് സെർസ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ സെർസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഈ പറയുന്ന ഫെമിനിൻ ഗോഡ്. ഫെമിനിൻ യെസ് സെർസ്. യെസ് എസ് എൽ ആർ സ്റ്റഡി ബ്ലോഗ്സ് പറഞ്ഞിട്ടുണ്ട് സെറിയൽസ്. യെസ് അതാണ് എന്ത് ഗോഡസ് ഓഫ് അഗ്രികൾച്ചർ. ആ കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ വേറെ ആളുടെ സോങ്സ് ഓഫ് സ്പ്രിംഗ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ സീസൺസ് ഉണ്ടല്ലോ, ആ സീസൺസ് ഒന്നുകൂടി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോം 2-3 വട്ടം ഇന്ന് കോൺസെൻട്രേറ്റ് ആക്റ്റീവായിട്ട് വായിക്കുക. നമ്മുടെ കവിത 3-4 വട്ടം ആക്റ്റീവായിട്ട് വായിക്കുക. അതിൽ കൊടുത്തിരിക്കുന്ന റെഫറൻസ് വായിച്ച് നോക്കുക. ആ റെഫറൻസ് എന്താണ് ഉപമിച്ചിരിക്കുന്ന കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓട്ടം പഠിച്ചു കഴിഞ്ഞു. ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും വ്യക്തമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. സോ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. I hope you got the relevant or the significant points regarding the poem. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോയിൻ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കവിത ഒന്ന് വായിച്ച് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. നമ്മുടെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ കാണാൻ പറ്റും. സമ്മറി ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചാൽ പോരെ സാർ? യെസ്, ദാറ്റ്സ് ഇനഫ്. സമ്മറി ക്വസ്റ്റ്യൻസ് പഠിച്ച് തന്നെ നമുക്ക് ഈ പോയതിൻ്റെ ഒരു സ്കെൽട്ടൺ ഫോം കിട്ടും. അത് പഠിച്ച് നമുക്ക് കോൺഫിഡൻസ് കൂടും. പരീക്ഷയ്ക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, നാളെ ഉണ്ടാവുമ്പോൾ ക്ലാസ്. യെസ്, നമ്മൾ 7 മണിക്ക് 7:15 എല്ലാ ദിവസവും ലൈവ് ക്ലാസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ബൈ. താങ്ക് യു ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ ക്ലാസ്.